ഹൈക്കോടതി പറയുന്നത് കാര്യം ഇത് എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് എന്ന സംശയമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പ്രതിപക്ഷ പ്രവർത്തനം എന്നത് റദ്ദാക്കപ്പെടും. PR എക്സസൈസ് പാളിപ്പോകുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബ്ലാറ്റൻ്റ് ആയിട്ടുള്ള ബ്രൈബിംഗ് ആണിത്. ഞാനൊരു LDF ആംഗിളിലാണ് ഇത് പറയുന്നത്. ഭരണ തുടർച്ച എന്നത് സാധ്യതയുള്ള ഒരു സർക്കാരിനെ ഇത്തരത്തിൽ ഭാവനാദരിദ്രമായ ആശയങ്ങളിലൂടെ അതിൻ്റെ ഇമേജ് ഇല്ലാതാക്കുകയാണ് ഈ PR എക്സർസൈസസ് ചെയ്യുന്നത്. സ്വാഗതം ജോയിൻ്റെ സ്റ്റോറിയിലേക്ക്. നവകേരള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിൽ കേരള സർക്കാർ LDF സർക്കാർ ആവിഷ്കരിക്കുകയും നടപ്പാക്കാൻ തുടങ്ങുകയും വീടുകളിൽ നേരിട്ട് വോളണ്ടിയർമാർ ചെന്ന് ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുകയും പുതിയ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് വേണ്ടത് എന്ന അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുന്നൊരു പ്രോഗ്രാം നവകേരള സർവേ എന്ന പേരിലാണ് അത് അറിയപ്പെട്ടത്. അത് നിർത്തിവെക്കാൻ കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ തന്നെ കേരള സർക്കാരിന് വലിയ തിരിച്ചടിയാണ് കേരള ഹൈക്കോടതിയുടെ ഈ തീരുമാനം. എന്തുകൊണ്ടാണ് കേരള ഹൈക്കോടതി ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? ഇതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരുന്നു. കേരള സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിക്കാൻ പോകുന്നു, അതിൽ വളണ്ടിയർമാരായി ചേരാൻ CPIMൻ്റെയും LDFൻ്റെയും പ്രവർത്തകർ സന്നദ്ധരാകണം, അങ്ങനെ സന്നദ്ധരാകുന്ന പ്രവർത്തകരെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അങ്ങനെ സന്നദ്ധരാകാൻ പ്രവർത്തകരെ ജില്ലാ കമ്മിറ്റികൾ മുഖേന സ്വരൂപിക്കണം എന്നൊക്കെ നേരത്തെ തന്നെ കത്ത് കൊടുത്തിരുന്നു. ഈ കത്തൊക്കെ കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറും മറ്റൊരാളും പെരുമ്പാവൂർ സ്വദേശിയായ മറ്റൊരാളുമാണ് ഹർജിയുമായി കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരുന്നു. ഇത്തരം പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് കൃത്യമായി നടപ്പാക്കുന്നതിൽ വലിയ പരാജയം CPIMനും LDF സർക്കാരിനും ഉണ്ടായോ? ഇതൊക്കെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ബഷീറിന് എന്താ തോന്നുന്നത്? എനിക്കിത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആയിരുന്നു എന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ഏതെങ്കിലും ഒരു കക്ഷിയോ ആ കക്ഷി നേതൃത്വം നൽകുന്ന സർക്കാരോ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ നടപ്പാക്കുന്നതിൽ വലിയ അപാകമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇതൊരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബഷീറിന് എന്താ തോന്നുന്നത്? ഒരു സർക്കാരിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ നയരൂപീകരണ ഘട്ടത്തിൽ വരാൻ ഇരിക്കുന്ന അല്ലെങ്കിൽ ചെയ്യേണ്ടുന്ന വികസന പരിപാടികളുടെ സ്വഭാവം എന്താണ് എന്ന് ജനങ്ങളുടെ കൂടി അഭിപ്രായമെടുത്ത് അത് രൂപീകരിക്കാനുള്ള ഒരു ശ്രമമാണെങ്കിൽ അത് പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് പറഞ്ഞാലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു സർക്കാർ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ്, അതല്ലെങ്കിൽ അതിന് മൂന്നാമത് മാൻഡേറ്റിന് വേണ്ടി ജനങ്ങളെ അഭിമുഖീകരിക്കാൻ നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ സർക്കാർ ഏതായാലും മാറണമല്ലോ, ഈ ടേം കഴിയുകയാണല്ലോ. ഈ ഘട്ടത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് ജനങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ യുക്തിയില്ലായ്മയുണ്ട് അതിൽ. ഇത് വളരെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ CPIMനും ഇടതുപക്ഷത്തിനും വേണ്ടി ജനങ്ങളെ വീട് കയറി സമീപിക്കാൻ സർക്കാർ ചെലവിൽ ഒരു വഴിയൊരുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇത് രാഷ്ട്രീയത്തിൽ പുതിയതാണോ അനുചിതമാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പബ്ലിക് ഫണ്ട്, പൊതു ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പ് വിൻ ചെയ്യാനുള്ള വഴിയൊരുക്കുന്നതിൻ്റെ കാഴ്ചകൾ കൂടുതലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സമീപകാലത്ത് അത് വളരെ കൂടുതലാണ്. അതിൻ്റെ റിഫ്ലക്ഷനും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ പോലുമുണ്ട്. സമീപകാലത്തായി നിലവിലുള്ള സർക്കാരുകളെ നിലനിർത്താനുള്ള ഇന്ത്യൻ വോട്ടറുടെ പ്രവണത കൂടി വരുന്നതായും ആൻറ്റി ഇൻകംബൻസി എക്സ്പ്രസ് ചെയ്യാനുള്ള പ്രവണത കുറഞ്ഞു വരുന്നതായും വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. അതിനൊരു കാരണം സർക്കാരുകൾ അവസാന കാലത്ത് പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് വലിയ തോതിൽ PR എക്സസൈസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ജനങ്ങളെ വോട്ടർമാരെ നേരിട്ട് ഇമോഷണലി സ്വാധീനിക്കാവുന്ന വിധത്തിൽ വളരെ ദീർഘവീക്ഷണമൊന്നും ഇല്ലാതെ നേരിട്ട് ഏറ്റവും അവസാന കാലത്ത് പണം കൊടുക്കുന്നു എന്ന അലിഗേഷൻ വന്നു. അലിഗേഷൻ വരികയല്ല, ബീഹാറിലൊക്കെ നമ്മളത് കണ്ടു. ബീഹാറിൽ ഞാൻ ആ പോയിന്റിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു യുക്തി ബഷീർ ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു സർക്കാർ തുടങ്ങുന്ന ഘട്ടത്തിലാണെങ്കിൽ ഇത്തരം ഒരു സർവേക്ക് സ്കോപ്പുണ്ട്. അതായത് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ജനങ്ങളോട് ചോദിക്കുന്ന ഒരു സർക്കാർ എന്ന് അതിനൊരു സ്കോപ്പുണ്ട് എന്ന് ബഷീർ പറഞ്ഞല്ലോ. ഇവിടെ ഞാനൊരു LDF ആംഗിളിലാണ് ഇത് പറയുന്നത്. LDFനെ സംബന്ധിച്ച് അവർ കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ 9.5 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇത്ര കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്
ജനങ്ങളെ സമീപിക്കുക എന്നുള്ളതിൽ അത്രമാത്രം യുക്തിരാഹിത്യമുണ്ടോ? അതായത് ഞങ്ങളിതാ ക്ഷേമ പെൻഷൻ ഇത്ര ചെയ്തു, അല്ലെങ്കിൽ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇനി നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ ഈ 9.5 വർഷം ചെയ്തതിൻ്റെ ന്യൂനതകൾ നിങ്ങൾ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഞങ്ങളിൽ നിന്ന് കൂടുതൽ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നറിയാൻ ഒരു സർക്കാർ ശ്രമിക്കുന്നതിൽ അത്രമാത്രം യുക്തിരാഹിത്യമുണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അത് സർക്കാരാണ് നടത്തുന്നതെങ്കിൽ അത് ഈ വിധത്തിലാണോ നടത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യവും കൂടിയുണ്ട്. അതായത് സർക്കാർ ആദ്യം പ്രഖ്യാപിക്കുന്നു, സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി പിന്നീട് ഇതിനോട് സഹകരിക്കണം എന്ന് പറയുന്നതിൽ യുക്തിരാഹിത്യമില്ല. പക്ഷേ ഇത് പാർട്ടി നേരത്തെ പറയുന്നു, ഇതാ സർക്കാർ ഇങ്ങനെ ഒരു പ്രോഗ്രാമുമായിട്ട് വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ അതുമായിട്ട് സഹകരിക്കണം എന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം സർക്കാർ ഈ പ്രോഗ്രാം പ്രഖ്യാപിക്കും. അതിലാണോ പ്രശ്നം? രാജീവ് ഈ പറഞ്ഞ രണ്ടാമത്തെ പ്രശ്നമാണ് പ്രശ്നവൽക്കരിക്കപ്പെടേണ്ടത്. അതായത് സർക്കാർ തീരുമാനമെടുക്കുകയും ഔദ്യോഗികമായി ഇത് നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അതിൻ്റെ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, ഇങ്ങനെയൊരു സർവേ വരാനിരിക്കുന്നു, അതിൻ്റെ വളണ്ടിയർമാർ റിക്രൂട്ട് ചെയ്യണം. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന മാസങ്ങളിലാണ് ഈ സർവേ നടക്കാൻ പോകുന്നത്. ഈ സർവേക്ക് വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കുകയും അത് ജനങ്ങളുടെ മുമ്പിൽ ചോദിക്കുകയും ചെയ്യുക എന്നതാണ് പരിപാടി. അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിന്ന് അത് പൈലറ്റ് ചെയ്യുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്യുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇത് എല്ലാവരും മീൻസ് ഒരു സർക്കാരിൻ്റെ സംവിധാനം ചെയ്യേണ്ട കാര്യമാണിത്. അങ്ങനെ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരു തെറ്റും അത്തരത്തിൽ ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ അവസാന കാലമാണ് എന്നതുപോലും അതിൽ തെറ്റായി കണക്കാക്കാനാവില്ല. അതായത് ചെയ്ത കാര്യങ്ങളുടെ വയബിലിറ്റി എത്രമാത്രം ഉണ്ടായിരുന്നു, അതിനെ ജനങ്ങളുടെ അഭിപ്രായം വെച്ച് വാലിഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ സർക്കാരിന് ചോദിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ സർക്കാർ തന്നെ ചെയ്തതുപോലെ അതൊരു PR എക്സർസൈസ് ആയിട്ടാണ് ചെയ്തത്. പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അതിൻ്റെ ഫണ്ട് പോകാൻ തീരുമാനിച്ചത്. യഥാർത്ഥത്തിൽ ഈ എഫർട്ട് എന്താണ്? അത് എക്കണോമിക് ആൻഡ് പ്ലാനിങ് ആണല്ലോ ആ ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. അവിടെ നിന്നുണ്ടാകേണ്ട ഒരു കാര്യം, പാർട്ടി അണികളെ ഉപയോഗിച്ച് സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ ഫണ്ടിൽ നിന്ന് പണം ചെലവാക്കി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് കുറ്റം. അതിൻ്റെ ആദ്യ ഭാഗത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഇത് ഇന്ത്യയിൽ ഒരു പൊതു പ്രവണതയാണ് ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. PR എക്സർസൈസ് നടത്തുക, അത് പൊതു ഖജനാവിൽ നിന്ന് പണമെടുത്ത് നടത്തുക, അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അതിനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നതൊരു പുതിയ രീതിയാണ്. മൊത്തം വികസന പരിപാടികൾ തന്നെ അങ്ങനെയായി മാറിക്കഴിഞ്ഞിരിക്കും. ഒരു പെർമനന്റ് ക്യാമ്പയിൻ സ്വഭാവം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് വന്നു. ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുള്ള PR ക്യാമ്പയിനാണ് ആദ്യം തുടങ്ങുന്നത് എന്ന നില വരുന്നു. PR ക്യാമ്പയിന് നടപ്പാക്കാവുന്ന വിധത്തിൽ പദ്ധതികൾ ഉണ്ടാക്കുന്നു. സർക്കാരിൻ്റെ അവസാന കാലം എത്തുമ്പോൾ ആളുകളുടെ മെമ്മറിയിൽ നിലനിൽക്കുന്ന വിധത്തിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയും അത് കൊടുക്കുകയും ചെയ്യുന്നു. അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതിനെ പ്രൊമോട്ട് ചെയ്യാനും പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്നു. ഇവിടെ പ്രതിപക്ഷ പ്രവർത്തനം എന്നത് റദ്ദാക്കപ്പെടും. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പെത്തുമ്പോൾ ഫ്ലോർ ഈക്വൽ ആകണം. തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പെങ്കിലും യഥാർത്ഥത്തിൽ ഫ്ലോർ ഈക്വൽ ആകണം. എന്നാൽ മാത്രമേ പ്രതിപക്ഷ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റൂ. ഇത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്ക് എല്ലാവിധ സന്നാഹങ്ങളും പണവുമുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിനെ മുഴുവൻ തുടർ ഭരണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന രീതി രാഷ്ട്രീയമായി ധാർമ്മികമായി അത് ശരിയല്ല. പക്ഷേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്നത് നിലവിലുള്ള നിയമപ്രകാരം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ദിവസം മുതൽ മാത്രമേ പ്രാബല്യത്തിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഈ സർവേയുടെ ഇപ്പോൾ ഈ നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പറയുന്നത്, അത് സർവേ ആണെങ്കിലും ഈ പ്രോഗ്രാം ആണെങ്കിലും രണ്ടാണെങ്കിലും പ്രത്യേകിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്നില്ല. അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ക്ഷേമ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അവരുടെ റെസ്പോൺസ് എടുക്കുക എന്ന കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിന് നമ്മൾ മറ്റിതര ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി, അതായത് ഇലക്ഷന് മുമ്പ് ഇതര ഗവൺമെൻറ്റുകളോ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള സർക്കാരോ പ്രഖ്യാപിച്ച ഇപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടുന്നു, അല്ലെങ്കിൽ പുതിയ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നൊരു സ്കീം വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ടായല്ലോ. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് അവരുടെ വേതനത്തിൽ ചെറിയ വർധന കൊടുക്കുന്നു, ഇതൊക്കെ പ്രഖ്യാപിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ്. പക്ഷേ അതിൻ്റെ ഫലമൊന്നും ഉണ്ടായില്ല എന്ന് നമ്മൾ നേരിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ഡയറക്റ്റ് എന്താ പറയുക ബെനിഫിറ്റ്സ് ഒന്നും ഈ സർവേ പ്രോഗ്രാമിലില്ല. പക്ഷേ എന്നിട്ടും ഹൈക്കോടതി പറയുന്നത് കാര്യം, ഇത്
എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാമാണ് എന്ന സംശയമുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ മുഖ്യ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പ്രോഗ്രാം പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു കത്ത് കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. ഒരു പക്ഷേ അത് എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാനം ഭരിക്കുന്ന മുന്നണിയുടെ മുഖ്യ പാർട്ടിയോ മുന്നണിയോ അവർ തന്നെയാണല്ലോ ഇത് ഡിസൈൻ ചെയ്യുന്നത്, അവർ തന്നെയാണല്ലോ അവരുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാം തീരുമാനിക്കുന്നത്. അവർ ഭരിക്കുന്ന സർക്കാരിൻ്റെ നയനിലപാടുകൾ തീരുമാനിക്കുന്നത് ആ മുന്നണി സംവിധാനമോ പാർട്ടിയോ ആണല്ലോ. അത് നേരത്തെ മുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ തൊട്ട് മുമ്പ് PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ കേരള സർക്കാർ ഒപ്പിട്ടു എന്നുള്ള ഒരു പ്രശ്നം വരുമ്പോൾ കേരളത്തിൽ ഉയർന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അത് LDFൽ ചർച്ച ചെയ്തിട്ടില്ല, CPMൽ പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. അതായത് ഭരിക്കുന്ന പാർട്ടി സർക്കാർ എടുത്തൊരു തീരുമാനം, അത് അതിൻ്റെ എന്താ പറയുക ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന മുന്നണിയിലോ ആ മുന്നണിയിലെ പ്രധാന പാർട്ടിയിലോ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ കേരളത്തിലെ പഞ്ചനക്ഷത്ര ബാറുകളുടെ സമയക്രമം കൂട്ടാൻ തീരുമാനിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ രാത്രി 12 മണി വരെ ബാറുകൾക്ക് പ്രവർത്തിക്കാം എന്നുള്ളൊരു ഉത്തരവ് വന്നു. ഇത് വരുമ്പോഴും അപ്പോഴും ആ ഡിസ്കഷൻ വരുന്നുണ്ട്. ഇത് മുന്നണിയിലോ CPMലോ ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സംവിധാനവും ആലോചിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് ഇത് രാഷ്ട്രീയ പാർട്ടികൾ നടപ്പാക്കുന്നതെന്നൊരു പ്രശ്നം. നയപരമായ കാര്യങ്ങൾ അത് ശരിയാണ്. നമ്മളതിനെ കേരളത്തിൽ അതിൻ്റെ ഒരു വലിയ പാരമ്പര്യവുമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങൾ അതിന് രാഷ്ട്രീയ മാൻഡേറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ തീരുമാനിക്കുക എന്നത് സ്വാഭാവികമാണ്. അതാണ് ജനാധിപത്യം, അതിൽ യാതൊരു സംശയമില്ല. അതാണ് ജനങ്ങൾ അവർക്ക് കൊടുക്കുന്ന മാൻഡേറ്റ്. നിങ്ങളുടെ നയം ഞങ്ങൾ അംഗീകരിക്കുന്നു, അത് നടപ്പാക്കാനാണ് നിങ്ങളെ അധികാരത്തിലേറ്റുന്നത് എന്ന് തന്നെയാണല്ലോ ജനം പ്രഖ്യാപിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം പക്ഷേ അതല്ല. കേരളത്തിൽ ഒരുപാട് വലിയ വേറെ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് ജനകീയ ആസൂത്രണ പരിപാടി ആവിഷ്കരിക്കപ്പെട്ടത്. പക്ഷെ അത് നടപ്പാക്കിയത് CPIM അല്ല. നടപ്പാക്കിയതിൽ EMS അതിൻ്റെ ഒരു ബോഡിയിൽ എവിടെ ഒരു ഉപദേശക ബോഡിയിൽ ഉണ്ടായിരുന്നു, അധ്യക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷെ നടപ്പാക്കിയത് നായനാർ സർക്കാരാണ്, ജനങ്ങളാണ്, അല്ലാതെ CPIM അല്ല. CPIM കേഡേഴ്സിനെ വെച്ച് മുൻകൂട്ടി രഹസ്യമായി അറിഞ്ഞ് കേഡേഴ്സിൻ്റെ അടുത്ത് അറിയിച്ച് സാക്ഷരതാ പരിപാടി വരുന്നു അല്ലെങ്കിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം വരുന്നു എന്ന മട്ടിലല്ല. പക്ഷെ CPIM അതിൽ വളരെ ആക്റ്റീവായി പങ്കെടുത്തു. സാക്ഷരതാ മൂവ്മെൻറ്റിലും ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലും പങ്കെടുത്തു. അത് കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ 2 വലിയ നാഴികക്കല്ലുകളായിരുന്നു. അവിടെ നയം പാർട്ടി തീരുമാനിക്കുന്നു, പാർട്ടിയുടെ രാഷ്ട്രീയം തന്നെയാണ് അല്ലെങ്കിൽ ആ മുന്നണിയുടെ രാഷ്ട്രീയം തന്നെയാണ് പ്രതിഫലിക്കുന്നത്. പക്ഷെ നടപ്പാക്കുന്നത് സർക്കാരാണ്. ജനങ്ങളുടെ എല്ലാ വിഭാഗത്തിനും അതിൽ തുല്യമായി പങ്കെടുക്കാനുള്ള അവസരമുണ്ടാകണം. ജനങ്ങളുടേതാകണം ഈ വികസന പ്രക്രിയ, നയമല്ല. നയം പാർട്ടിക്ക് തീരുമാനിക്കാം, മുന്നണിക്ക് തീരുമാനിക്കാം, അതിനുള്ള മാൻഡേറ്റ് അവർക്കുണ്ട്. പക്ഷേ സർക്കാർ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ പാർട്ടി വഴി ചെയ്യാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പാർട്ടി വഴി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഗുണഫലം LDFനും CPIMനും തെരഞ്ഞെടുപ്പിൽ കിട്ടണം എന്ന ഉദ്ദേശമല്ലെങ്കിൽ എന്തിനാണ് മുൻകൂട്ടി പാർട്ടി കേഡർമാരെ ഇതിനു വേണ്ടി ഒരുക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതാണ് കോടതിയിൽ ആ ചോദ്യമാണ് അംഗീകരിക്കപ്പെട്ടത്. അല്ല, അത് അംഗീകരിക്കപ്പെട്ടു, അത് വസ്തുതയുമാണ്. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഡിസിഷൻ എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഡിസിഷൻ പാർട്ടി സംവിധാനം വഴി നടപ്പാക്കുന്ന കാര്യമേ അല്ല. കാരണം ഗവൺമെൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയുടെ മാത്രമല്ല, ആ ഭരിക്കുന്ന പാർട്ടിക്കെതിരെ വോട്ട് ചെയ്ത ഒരു പക്ഷേ മാൻഡേറ്റ് കിട്ടിയ പാർട്ടിക്കോ മുന്നണിക്കോ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അപ്പുറത്തുണ്ടാവും. അവർക്ക് കൂടിയുള്ളതാണ് ഗവൺമെൻറ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഗവൺമെൻറ് സിസ്റ്റം അങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ഇവിടെയാണ് നേരത്തെ ബഷീർ സംസാരിക്കാൻ തുടങ്ങിയൊരു സബ്ജക്റ്റിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്. ഇതിപ്പോൾ കേരളത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബഷീറിന് ഓർമ്മ ഉണ്ടാവും. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് അതുവരെ ഇല്ലാത്ത വിധത്തിൽ രാജ്യത്തെ കർഷകർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് 6000 രൂപ വീതം വർഷത്തിൽ കൊടുക്കും എന്ന് പ്രഖ്യാപിക്കുന്നത്. ആർക്കും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഏതെങ്കിലും തരത്തിലുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടോ എന്നുള്ള, അന്ന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യില്ല, അതുകൊണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇന്നിപ്പോൾ കേരള ഹൈക്കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങളിത് പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളിത് നടത്തിയാൽ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കിത് നടപ്പാക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം കേരള ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം അന്നും പ്രാബല്യത്തിലുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളിത് പ്രഖ്യാപിച്ചാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ സർക്കാരിന് നടപ്പാക്കാൻ പറ്റുമോ എന്ന ചോദ്യം അന്ന് നരേന്ദ്രമോദിക്കും ബാധകമാണ്.
അതുപോലെ തന്നെ ബാധകമാണ് ബീഹാർ മുഖ്യമന്ത്രിയായിരിക്കും നിതീഷ് കുമാർ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് തൊഴിൽ സഹായം എന്നുള്ള പേരിൽ 10,000 രൂപ കൊടുക്കും എന്ന് പറയുന്നു. അവരൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അന്നും ജുഡീഷ്യറിക്ക് ഈ ചോദ്യം മുമ്പിലുണ്ട്. നിങ്ങൾക്ക് ഇത് നടപ്പാക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്ത് മാൻഡേറ്റ് ഉണ്ട്? ഇത് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, 3 മാസമേ ഉള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. അല്ല, ധാർമ്മികമായി ഇതെല്ലാം തെറ്റാണ്. ധാർമ്മികമായി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മാനിഫെസ്റ്റോ മുന്നിൽ വെച്ച് തെരഞ്ഞെടുപ്പ് നേരിടുക, അത് കിട്ടുന്ന മാൻഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ മാനിഫെസ്റ്റോ നടപ്പാക്കുക, ഇതാണ് ഏറ്റവും ഐഡിയലായ രീതി. പക്ഷേ ഇവിടെ മാനിഫെസ്റ്റോ എന്നത് മാറ്റി നിർത്തപ്പെടുന്നു. ഗവൺമെന്റിന്റെ അവസാന കാലത്ത് പ്രഖ്യാപിക്കുന്ന ഫ്രീബീസ് ആണ് അടുത്ത സർക്കാരിന്റെ ജനവിധി തീരുമാനിക്കുന്നത് എന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു. രാജ്യത്തുടനീളം അത് വരുന്നുണ്ട്. ഇപ്പോൾ ബീഹാറിലും തമിഴ്നാട്ടിലും മാത്രമല്ല, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഈ അടുത്ത് പ്രഖ്യാപിച്ച പദ്ധതി 5,000 രൂപ ഒന്നിച്ച് സ്ത്രീകൾക്ക് കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ കുടുംബനാഥകളായ സ്ത്രീകൾക്ക് 1,000 രൂപ വെച്ച് ഒരു മാസം കൊടുക്കാനുള്ള പദ്ധതി അഡ്വാൻസ് ആയി കൊടുത്ത് 5,000 രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുക, അതുവഴി വോട്ട് തിരിച്ചു വാങ്ങുക. അടുത്ത അതായത് അപ്പോഴേക്കും ഇലക്ഷൻ കഴിയും. ഏപ്രിൽ മെയ് മാസത്തിലെ സംഖ്യ കൂടി ആദ്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുന്നത്. വളരെ ബ്ലാറ്റൻ്റ് ആയിട്ടുള്ള ബ്രൈബിംഗ് ആണിത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സർക്കാരിൻ്റെ അവസാന കാലത്ത് പോളിംഗ് ബൂത്തിലേക്ക് ജനം പോകുന്നതിന് തൊട്ട് മുമ്പ് അവരുടെ മെമ്മറിയിൽ ഈ കാര്യം ഉണ്ടാകണം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവസാന കാലത്ത് നിങ്ങൾക്ക് കുറച്ച് കാശ് തരാം എന്ന് പറയുന്നത് ബ്രൈബിംഗ് തന്നെയാണ്. സുപ്രീം കോടതിയിലൊക്കെ പല ഘട്ടങ്ങളിലായി ഇത്തരം സംഭവങ്ങൾ ഉയർന്നു വരികയും ഇത് ജനങ്ങളെ ബ്രൈബ് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള പെരുമാറ്റച്ചട്ടം എന്നത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്ന ദിവസം മുതൽ മാത്രമാണ് പ്രാബല്യത്തിലാവുന്നത് എന്ന സാങ്കേതികത്വം കൊണ്ട് നിയമപരമായി ഇത് നടന്നു പോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ ധാർമ്മികതയുടെ ഒരു ക്ഷയം എന്നതാണ് സംഭവിക്കുന്നത്. ജനങ്ങൾ പക്ഷേ ഇതിനെയെല്ലാം മനസ്സിലാക്കും. ജനങ്ങളെ സംബന്ധിച്ച് ഒരു സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടുക എന്നത് അവർ സ്വാഭാവികമായി സ്വീകരിക്കും. വോട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ചിലർ ഇൻഫ്ലുവൻസ്ഡ് ആവും, മറ്റു ചിലർ ഇതിൻ്റെ ഗൂഢപദ്ധതി തിരിച്ചറിയുകയും ചെയ്യും. അല്ല, ഗൂഢപദ്ധതി തിരിച്ചറിയുക എന്ന് പറയുമ്പോൾ ബീഹാറിൽ ഇതുപോലൊരു സൗജന്യ പദ്ധതി പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ഗുണഫലം അവിടുത്തെ പൊളിറ്റിക്കൽ ഫോഴ്സിന് കിട്ടി എന്നുള്ളത് JDU ഒരുപക്ഷെ BJP JDUവിനേക്കാൾ വലിയ ഫോഴ്സായിട്ട് അവിടെ വരും, JDU വളരെ ചെറിയ ഫോഴ്സായിട്ട് മാറും എന്നുള്ളൊരു ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു JDU വലിയ തോതിൽ മുന്നോട്ട് വന്ന കാഴ്ച നമ്മളുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടി എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ 2019 നരേന്ദ്രമോദി 6,000 രൂപ വെച്ച് കർഷകരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടി എന്നുള്ളത് 2019 ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ മുമ്പിൽ ഒരു തെളിവായി നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ ഡ്രമാറ്റിക്കായിട്ട് ഒരു ബജറ്റ് പ്രഖ്യാപിക്കുന്നത് പോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നിട്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് പ്രഖ്യാപിക്കുന്നു, ആശാ വർക്കർമാർക്ക് പണം കൂട്ടുന്നത് പ്രഖ്യാപിക്കുന്നു, പാചക തൊഴിലാളികൾക്ക് പണം കൂട്ടുന്നത് പ്രഖ്യാപിക്കുന്നു, അതുപോലെ അംഗൻവാടി തൊഴിലാളികൾക്ക് പണം കൂട്ടുന്നത് പ്രഖ്യാപിക്കുന്നു, അശരണരായ സ്ത്രീകൾക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് 1,000 രൂപ വെച്ച് എല്ലാ മാസവും കൊടുക്കും എന്നുള്ള പദ്ധതി പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് ഒന്നും ലോക്കൽ ബോഡി ഇലക്ഷനിൽ LDFനോ CPMനോ കിട്ടിയതായിട്ട് കാണുന്നില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം തിരിച്ചു സംഭവിച്ചാൽ ഇതെല്ലാം ഇല്ലാതായി പോകും. അത് നേരത്തെയും അങ്ങനത്തെ. ഇപ്പോൾ ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ PR ക്യാമ്പയിൻ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ തിളങ്ങുന്നു എന്ന വലിയ ക്യാമ്പയിൻ, കോടാനുകോടി രൂപ, 450 കോടി രൂപയോ മറ്റോ അക്കാലത്ത് ചെലവിട്ടാണ് ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാമ്പയിൻ നടത്തിയത്. എന്താ സംഭവിച്ചത്? ഒടുവിൽ വാജ്പേയി മത്സരിക്കുന്ന ലക്നൗ മണ്ഡലത്തിൽ ലാൽജി ടണ്ടൻ എന്നോ മറ്റാണ് അദ്ദേഹത്തിന്റെ പേര്, അവിടുത്തെ വാജ്പേയിയുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് 35 രൂപ മാത്രം വിലയുള്ള സാരി സ്ത്രീകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി വിളിച്ചു ചേർത്ത ഒരു സമ്മേളനത്തിൽ ഒരു വലിയ തരത്തിൽ തിക്കും തിരക്കുമുണ്ടാകുന്നു. 50ഓളം സ്ത്രീകൾ മരിക്കുന്നു. ഇന്ത്യ ഷൈനിങ് അവിടെ കെട്ടു. ഇങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്ത് എൻ്റെ ഹൃദയം ഇന്ത്യക്ക് വേണ്ടി തുടിക്കുന്നു എന്നൊരു മുദ്രാവാക്യമായിട്ട് വന്നിരുന്നു. അതിന് തൊട്ടു പുറകെയാണ് ബോഫോഴ്സ് കോഴക്കേസ് പ്രതിപക്ഷം ഉയർത്തിയത്. എൻ്റെ ഹൃദയം കോഴയ്ക്ക് വേണ്ടി തുടിക്കുന്നു എന്ന് തിരിച്ചൊരു ക്യാമ്പയിൻ പ്രതിപക്ഷം വെച്ചു. അതോടുകൂടി രാജീവ് ഗാന്ധിയുടെ ഈ ക്യാമ്പയിൻ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളോ ഒരു മറു ക്യാമ്പയിനോ വന്നാൽ തീർന്നു പോകാവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളുടെ ആയുസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സർക്കാർ ആ ക്യാമ്പയിൻ അങ്ങനെ തീർന്നു പോകാമെന്ന് പറയുമ്പോൾ പോലും ഈ ഭരണം നിയന്ത്രിക്കുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക്
ഇതിലൊരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കിത് ഈ ക്യാമ്പയിൻ നടത്താനുള്ള മെഷീനറി പണമുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവൻ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ എതിർപക്ഷത്തിന് ഇതിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ കർഷകരുടെ അക്കൗണ്ടിലേക്ക് 6,000 രൂപ വെച്ച് കൊടുക്കും എന്ന് പറയുമ്പോൾ ഇത് ശരിയല്ല, ഇത് വേണ്ട എന്ന് പറയാൻ വളരെ മടിച്ചു. ഇതൊരു ഇലക്ഷൻ ട്രൈബിംഗ് ആണ് എന്ന് പറയാൻ പോലും അവർക്ക് സാധിക്കില്ല. ഈ ഒരു അഡ്വാൻറ്റേജ് സത്യം പറഞ്ഞാൽ ഇവിടെ എടുക്കാൻ LDF ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നും. ഈ സിറ്റിസൺ സർവേ പോലും, ഈ നവകേരളം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരുപക്ഷെ പിണറായി വിജയൻ 2018 പ്രളയത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ നവകേരളം എന്ന് പറയുന്നത്. അതിലേക്ക് പോയോ ഇല്ലയോ എന്നുള്ളതും, അല്ലെങ്കിൽ ആ കൺസെപ്റ്റിനനുസരിച്ച് അന്ന് ചർച്ചയായ സംഭവങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കാലമെങ്കിലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളതും വേറെ പ്രശ്നമാണ്. പക്ഷേ ആ കൺസെപ്റ്റ് അന്ന് മുതൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ തുടർച്ച എന്നുള്ള മറ്റുള്ളൊരു സർവേ അവതരിപ്പിക്കുന്നു. ആ സർവേ മുൻകൂട്ടി പാർട്ടി സംവിധാനം ഏറ്റെടുക്കണം എന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. ഇത് കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനാണ് എന്ന രീതിയിലേക്ക് ഇത് ഡിസൈൻ ചെയ്യപ്പെടുന്നു. അതിനുവേണ്ടി സർക്കാർ ഫണ്ടിൽ നിന്ന് 20 കോടിയെങ്കിൽ 20 കോടി എന്ന് പറയുന്നത് കേരള ബജറ്റിനെ സംബന്ധിച്ച് അത്ര വലിയ തുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ 6,000 കോടി രൂപ വെച്ച് രാജ്യത്തെ 600 കോടി രൂപ 6,000 രൂപ വെച്ച് രാജ്യത്തെ കർഷകർക്ക് മുഴുവൻ കൊടുക്കുമ്പോൾ കേന്ദ്ര ബജറ്റിന്, കേന്ദ്ര ട്രഷറിക്ക് ഉണ്ടാകുന്ന ബാധ്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ 20 കോടി എന്ന് പറയുന്നത് അത്ര വലിയ എമൗണ്ട് ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ ബീഹാറിൽ 10,000 രൂപ വെച്ച് എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിലേക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ ബീഹാർ ട്രഷറിക്ക് ഉണ്ടാകുന്ന ബാധ്യതയും 20 കോടിയും തമ്മിൽ താരതമ്യം ചെയ്താൽ അത് കമ്പയറബിൾ അല്ല. പക്ഷേ എങ്കിൽ പോലും സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു പാർട്ടി പരിപാടിക്ക് വേണ്ടി 20 കോടി രൂപ കൊടുക്കുന്നു എന്ന തോന്നൽ, അല്ലെങ്കിൽ എന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്യപ്പെട്ടത്. അതായിരിക്കും ഒരുപക്ഷെ ഹൈക്കോടതി. അതിൽ എൻ്റെ ഒരു ടേക്ക് ഞാൻ പറയാം. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിസിബിളായ വികസനം നടന്ന 5 വർഷമാണ് ഇക്കഴിഞ്ഞു പോയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻ്റെ 10 വർഷം പൊതുവായ വികസനം ഉണ്ടായി എങ്കിലും കഴിഞ്ഞ 5 വർഷം എന്നത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ വികസന പ്രക്രിയ നടന്നിട്ടുണ്ട്. അത് വിസിബിളാണ്. അത് ജനങ്ങൾക്ക് ലോങ് ടേമിൽ ഉപകാരപ്പെടുന്നതുമാണ്. അത് മതി യഥാർത്ഥത്തിൽ ഒരു സർക്കാരിന് സ്വന്തം നിലയിൽ ക്യാമ്പയിൻ നടത്താനും മൂന്നാമതൊരു മാൻഡേറ്റ് ചോദിക്കാനും. അതിൻ്റെ മേൽ കാണുന്ന ഈ PR അത്യാവേശങ്ങളുണ്ടല്ലോ, അതാണ് ഈ സർക്കാരിനെ പരാജയപ്പെടുമെങ്കിൽ പരാജയപ്പെടുത്താൻ പോകുന്നത്. ഈ സർക്കാരിൻ്റെ എന്നോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ആളുകൾ ചെയ്യുന്ന PR അത്യാവേശങ്ങൾ കൊണ്ട് സർക്കാർ ചെയ്തു കൂട്ടിയ ഈ വലിയ വികസന പരിപാടികളെ ഒരു തെരഞ്ഞെടുപ്പ് കാര്യം മാത്രമായി ചുരുക്കുകയാണ് അവർ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യം പാർട്ടി അണികൾ വഴി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത് ലെജിറ്റിമേറ്റ് അല്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. എൻ്റെ ഉറച്ച വിശ്വാസം ഭരണ തുടർച്ച എന്നത് സാധ്യതയുള്ള ഒരു സർക്കാരിനെ ഇത്തരത്തിൽ ഭാവനാദരിദ്രമായ ആശയങ്ങളിലൂടെ അതിൻ്റെ ഇമേജ് ഇല്ലാതാക്കുകയാണ് ഈ PR എക്സർസൈസസ് ചെയ്യുന്നത്. PR എക്സർസൈസസ് എന്ന് പറയുമ്പോഴേ PRDക്ക് ഈ പ്രോഗ്രാം കൊടുക്കുമ്പോൾ ഇതൊരു സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന് തന്നെയാണ് അതിന് പേരിട്ടത് പോലും. ഇതൊരു സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്നാണ് സത്യം പറഞ്ഞാൽ സർക്കാർ അതിന് പേരിട്ടത്. ഇത് ജനങ്ങളിൽ നിന്ന് റെസ്പോൺസ് എടുത്ത് കുറെ കൂടെ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങൾ രൂപീകരിച്ച് അത് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളൊരു പ്രക്രിയയായി പോലുമല്ല. ഇതൊരു സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന് തന്നെയാണ് അതിൽ പേരിട്ടത്. സത്യം പറഞ്ഞാൽ ഈ ബഷീർ പറഞ്ഞ പോലെ ഈ PR എക്സസൈസ് പാളിപ്പോകുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിനെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് PRൻ്റെ ഒരു പൊതുവിധിയാണത്. പബ്ലിക് റിലേഷൻ എന്നത് ജനങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ആക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി നമ്മളൊരു PR പ്രവർത്തനം കുറച്ച് കാലം നടത്തി കുറേ മുന്നോട്ട് പോകുമ്പോൾ അതിന് കൗണ്ടറായി എന്തെങ്കിലും സംഭവിക്കും. അതുവരെ ചെയ്തതെല്ലാം സ്വാഭാവികമല്ലാതാവുകയും അതെല്ലാം കൃത്രിമമായി തീരുകയും ഇതെല്ലാം ജനങ്ങളെ പറ്റിക്കാനുള്ള, ജനങ്ങളെ മിസ്ലീഡ് ചെയ്യാനുള്ള എന്തോ കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. PR എക്സസൈസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം അതിനൊരു കൾമിനേഷൻ ഉണ്ട്. അതിനൊരു തിരിച്ചൊരു ഇറക്കമുണ്ട്. അത് വളരെ വളരെ സ്റ്റീപ്പായിരിക്കും. അത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം തെറ്റിയാൽ ഈ PR എക്സസൈസ് വഴി ഉണ്ടാക്കിയെടുത്ത ഇമേജ് മുഴുവൻ നേരെ തിരിഞ്ഞു വരികയാണ് ചെയ്യുക. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. ഈ സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്പം ഓവർ ഡോസേജ് ആണ് ഈ PR പരിപാടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റൈറ്റ്. എന്തായാലും ഈ നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം ഒരുപക്ഷെ
അതൊരു കൃത്യമായി രൂപകൽപ്പന ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ ഞങ്ങൾ നടപ്പാക്കിയതെന്ത്, ഇനി ഞങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ജനങ്ങളോട് നേരിട്ട് ചോദിക്കുന്ന ഒരു പ്രോഗ്രാമായി വേണമെങ്കിൽ അത് ഡിസൈൻ ചെയ്യപ്പെടാമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യൽ PR ക്യാമ്പയിൻ എന്ന പേരിൽ ഡിസൈൻ ചെയ്യുകയും ആ ക്യാമ്പയിൻ തീർത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന CPMൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ദുരന്ത ഫലമാണ് ഒരു പക്ഷേ കേരള ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഉത്തരവ് എന്ന് പറയേണ്ടി വരും. ജോയിൻ്റെ സ്റ്റോറിയുടെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.